നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താടാ ഹലോ, ഞാൻ റോസ്മേരിയാണ്. എന്താ റോസ്മേരി? സർ, ആ ലിവർ ട്രാൻസ്പ്ലാന്റേഷനുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. സാർ ഒന്ന് വേഗം വരണം. ECGയിൽ വല്ലാത്ത വേരിയേഷൻ ഉണ്ട്. പേഷ്യന്റിനെ ICUലേക്ക് മാറ്റിക്കോളൂ. ഓക്കെ സർ. ഞാൻ ഉടനെ തന്നെ എത്താം. നിന്റെ മനസ്സമാധാനം കളഞ്ഞിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ? നോക്കട്ടെ ഇവിടെ എന്താ ഇത്ര വലിയ ഹോംവർക്ക് ചെയ്യുന്ന. ഇതാണോ നീ ഇത്ര വലിയ കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഈ ഫൂളിഷ്നെസ് ആണോ സ്കൂളിൽ എന്നിട്ട് ടീച്ചർമാരെ പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഇങ്ങനെയാണോ എഴുതുന്നത്? യു ആർ എ ഫൂൾ. പറയടി. ഇതിൽ മേലെ നീ സ്കൂളിൽ പോവാതിരിക്കുന്നതാ. നാളെക്കെങ്കിലും ഒഴിവായി കിട്ടും. നിന്നെ ഞാനെന്ത് ശരിയാക്കി തരോടി. ഇങ്ങോട്ടും പോടി. നിനക്ക് ആൽഫബറ്റ്സ് പോലും മര്യാദക്ക് എഴുതാൻ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാടി സ്കൂളിലേക്കെന്ന് പറഞ്ഞു പോകുന്നത്? എന്താ എന്തിനാ മോളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഇവളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നാണല്ലോ നിങ്ങളുടെ പരാതി. ശ്രദ്ധിച്ചപ്പോഴല്ലേ അറിയുന്നത്. പുന്നാര മോൾക്കെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പോലും വൃത്തിയായിട്ട് എഴുതാൻ അറിഞ്ഞൂടാ. ഇതാ നോക്ക് അച്ഛൻ പഠിപ്പിക്കുന്നതിന്റെ ഗുണം. ഇത്ര ബുദ്ധിയില്ലാത്ത നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ. ഇതിനാണോ കുട്ടിയെ നീ ഇത്രയ്ക്ക് ഉപദ്രവിച്ചത്? പിന്നെ ശിക്ഷിക്കാതെ തെറ്റ് എഴുതിയ ശിക്ഷ കിട്ടണമല്ലോ. യഥാർത്ഥത്തിൽ ഈ ശിക്ഷ ഇപ്പൊ കിട്ടേണ്ടത് നിനക്കാ. നിന്റെ കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നിനക്കറിയാവോ? അതറിഞ്ഞിട്ടാണോ നീ ഇവളെ ശിക്ഷിച്ചത്? അതോ എന്നോടുള്ള വാശി തീർക്കാനോ? എങ്ങനെ കരുതിയാലും എനിക്കൊന്നുമില്ല. ഉണ്ട്. ഒരു പെൺകുട്ടിയുടെ വളർച്ചയിലും പഠനത്തിലും ഒക്കെ അവളുടെ അമ്മയ്ക്ക് നിർണായകമായ പങ്കുണ്ട്. ആൽഫബറ്റ്സ് അവൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് അതിൻ്റെതായ കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അമ്മയാ. പക്ഷേ നീ ഇതുവരെ നിന്റെ മകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ആൽഫബറ്റ്സ് തിരിച്ചെഴുതുന്നതിന്റെയും മറന്നുപോകുന്നതിന്റെയൊക്കെ കാരണം അവളുടെ ഉള്ളിലുള്ള ഒരു രോഗമാണ്. ഡിസ്ലെക്സിയ. കേട്ടിട്ടുണ്ടോ അങ്ങനൊരു രോഗത്തെക്കുറിച്ച്? ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു, ഇപ്പൊ കേട്ടു. പക്ഷേ ഇനി അധികം കേൾക്കണമെന്നില്ല. സ്വന്തം മകളുടെ ജീവിതം കൊണ്ടുപോയി എറിഞ്ഞുടച്ചത് നിങ്ങളാ. എന്നെ അതിന് കൂട്ടുപിടിക്കണ്ട. ഇവൾക്ക് എന്ത് കുഴപ്പങ്ങളുണ്ടെങ്കിലും നിങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദി. നിങ്ങൾ മാത്രം. സോറി അച്ഛാ, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ചിലപ്പോ പറ്റുന്നില്ല. സാരമില്ല മോളെ, അടുത്ത തവണ എഴുതുമ്പോ ശരിയാക്കിയാ മതി. ഞാൻ ശരിയാക്കാം അച്ഛാ. ഓക്കെ, അത് മതി. അച്ഛനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. മോള് പേടിക്കണ്ട. ഇനി ആരും മോളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി അച്ഛാ. അച്ഛൻ പോയിട്ട് വരട്ടെ. ആ, ടാറ്റാ. സുധേട്ടാ, എന്തൊരവസ്ഥയാ നമ്മുടേത്. ഓർക്കുമ്പോ എനിക്ക് കരയണോ ചിരിക്കണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പായി,
ഒരു ശക്തിക്കും സുധേട്ടനെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളെ തമ്മിൽ പിരിക്കാൻ നോക്കുന്നത് ഏത് വിധിയായാലും ആ വിധി തോറ്റുപോകത്തേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഈ കൈ പിടിച്ച് ഞാൻ നടക്കും. ഓരോ നിമിഷവും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ വൈകിട്ട് ഇവിടുന്ന് പോയതാ അച്ഛൻ. ഏതൊക്കെയോ ക്ഷേത്രങ്ങളില് രൂപമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ദൈവങ്ങളുടെ മുമ്പിലും സുധേട്ടന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ എന്റെ അച്ഛൻ. വരും, കുറച്ച് കഴിയുമ്പോ വരും മരുമകനെ കാണാൻ. സുധേട്ട, 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 കണ്ണു തുറക്ക് സുധേട്ട. സുധേട്ട, സുധേട്ട, സിസ്റ്റർ, സിസ്റ്റർ, സുധേട്ട, സുധേട്ട, സുധേട്ട. സിസ്റ്റർ, വേഗം നിരഞ്ജ സാറിനെ വിളിക്കേ. സുധേട്ട, സുധേട്ട, കണ്ണു തുറക്കൂ. സുധി, സുധേട്ട. സുധേട്ട, സുധി, ഞാൻ പറയുന്ന കേൾക്കാമോ? കരല്ലേ സുധേട്ട, ഞാനുണ്ട് ഇവിടെ, ഞാനുണ്ട്. Oh my God. Thank you very much. സുധി, are you okay? ഈ നിൽക്കുന്ന ആരാണെന്ന് സുധിക്ക് മനസ്സിലായോ? ഇനിയൊന്നും പേടിക്കാനില്ല. എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. റോസ്മേരി, ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടാവണം. യെസ് ഡോക്ടർ. എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ കണ്ടാ അപ്പൊ തന്നെ എന്നെ വിവരം അറിയിക്കണം. ഷുവർ ഡോക്ടർ. ആ, സുധിക്ക് അച്ഛനെ അമ്മയും കാണണം. അച്ഛൻ പുറത്തുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, സിസ്റ്റർ വിളിച്ചോളൂ പ്ലീസ്. അതെ, ഒന്ന് അകത്തേക്ക് വരുമോ? എന്തു പറ്റി സിസ്റ്ററെ? ഏയ്, പേടിക്കാനൊന്നുമില്ല. ഒന്ന് കാണുമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ. വരൂ. വിഷമിക്കണ്ട, എല്ലാം ഓക്കെ ആവും. ആ